സമരം നടന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ നടത്തിയ 6ാം ഘട്ട ചർച്ചയും തീരുമാനമാകാതെ പിരിഞ്ഞു. മിനിമം താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പ് വേണം എന്ന് കർഷകർ ആവശ്യപ്പെടുകയാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരും എന്നും കർഷകർ വ്യക്തമാക്കി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. MSP തട്ടിയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചക്കിടെ നടക്കുന്ന രണ്ടാമത്തെ ചർച്ചയാണ്. MSPയിൽ തട്ടി അവസാനഘട്ട ചർച്ചയും പാളുകയാണ്. എന്താണ് ഒരു പരിഹാരം, ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി. കർഷകരുടെ സമരം ഒരു വർഷത്തിലേറെയായി പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ തുടരുകയാണ്. അതിനിടെ കേന്ദ്ര സർക്കാരുമായി നടത്തുന്ന 6ാം ഘട്ട ചർച്ചയാണ് ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ചണ്ഡീഗഡിൽ നടന്നത്. അത് രണ്ടാഴ്ചക്കിടെ രണ്ടാം ചർച്ചയാണ്. അത് കേന്ദ്രമന്ത്രി തലത്തിൽ തന്നെ ഇടപെട്ട് നടത്തിയ ചർച്ചയാണ് ഇന്നലെ നടന്നത്. എങ്കിലും ഇന്നലത്തെ ചർച്ചയിലും തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. പ്രധാനമായും കർഷകർ ഇന്നലെ ഉന്നയിച്ച ആവശ്യം എന്നുള്ളത് മിനിമം താങ്ങുവിലയ്ക്ക് ഉറപ്പാക്കുക, കാർഷിക വിളകൾക്ക് അത് നിയമപരമായി തന്നെ ഉറപ്പ് നൽകുക എന്നുള്ള ആവശ്യമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ ചില സാമ്പത്തിക ബാധ്യതകളാണ് മുന്നോട്ട് വെച്ചത്. കർഷകർ ഈ ഒരു ആവശ്യം നടപ്പാക്കണമെങ്കിൽ എത്ര രൂപയാണ് കണക്കാക്കുന്നത് എന്ന കാര്യം സർക്കാർ ഉന്നയിച്ചു. അത് 25,000 മുതൽ 30,000 കോടി രൂപ വരെയാണ് കർഷകർ കണക്കാക്കുന്നത് എന്നാണ് മറുപടി നൽകിയത്. എന്നാൽ അതിലും എത്രയോ വലിയ ബാധ്യത സർക്കാരിനുണ്ടാകും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ചർച്ചകൾ നടന്നത്. പ്രഹ്ലാദ് സിംഗ് ജോഷിയും ഈ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. കൂടാതെ പഞ്ചാബിൽ നിന്നുള്ള 3 മന്ത്രിമാരും ഈ ചർച്ചകളുടെ ഭാഗമായി 17 കർഷക പ്രതിനിധികൾ, പ്രത്യേകിച്ച് നിരാഹാര സമരം നടത്തി വരികയായിരുന്ന ജഗ്ദീപ് സിംഗ് ദല്ലേവാൾ അടക്കമുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തോട് നിരാഹാര സമരം നിർത്തണം എന്ന് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ. എന്നാൽ തൻ്റെ ആവശ്യങ്ങൾ, കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന് തന്നെയാണ് സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗം അറിയിച്ചിരിക്കുന്നത്. കർഷകർ സമരം തുടരും. അതേസമയം മാർച്ച് 19-ന് വീണ്ടും ചർച്ച നടത്തും ചണ്ഡീഗഡിൽ വെച്ച് എന്നാണ് ഈ ചർച്ചയ്ക്ക് ശേഷം കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കർഷകരും ഈ ചർച്ച സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ തന്നെയാണെന്ന് ഇരുവിഭാഗവും അംഗീകരിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ചർച്ചകൾ തുടരും. തീരുമാനമാകുന്നതുവരെ സമരം തുടരാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം. ഓക്കെ ബൽറാം, താങ്ക് യു.